അഥന്യാവിൻ്റെ പ്രത്യേകത എന്താണ്? പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്തോത്രം ആരംഭിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ ആവശ്യം സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. പ്രാർത്ഥനയിൽ സ്തോത്രം ഉണ്ടായിരിക്കണം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഗമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം 11:17 നമ്മൾ വായിച്ചത്. ആസാഫിൻ്റെ കൊച്ചുമകൻ ഏറ്റെടുത്തിരിക്കുന്ന, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ സ്തോത്രം ആരംഭിക്കുകയാണ്. ആ പാരമ്പര്യം എവിടെ നിന്ന് കിട്ടിയതാ? ആസാഫിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ വല്യപ്പനിൽ നിന്ന് കിട്ടിയതാ. വല്യപ്പൻ ആരാണ്? ആലയത്തിലെ സ്തോത്രഗീതം പാടേണ്ടതിന് വേണ്ടി ദർശകനായ ശമൂവേലിനാൽ ആസാഫ്, ഹേമാൻ, യെദുഥൂൻ എന്നീ ഭക്തന്മാരെ തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയതാണ്. എന്നാൽ അവൻ്റെ കൊച്ചുമകൻ്റെ കാലത്തെ തലമുറകൾ പലത് കഴിഞ്ഞപ്പോഴും കൊച്ചുമക്കൾ എന്ത് ചെയ്തില്ല? സ്തോത്രം മറന്നില്ല, ആരാധന മറന്നില്ല, പ്രാർത്ഥന മറന്നില്ല. അവ കൊച്ചുമകൻ സ്തോത്രം ആരംഭിക്കുന്ന ശുശ്രൂഷക്കാരനായി മാറുവാനിടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിൽ കൂടുതലും സ്തോത്രം ചെയ്യണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നതും യഹോവയ്ക്ക്, ദൈവത്തിന് സ്തോത്രം ചെയ്യണം ഇല്ലേ? 50-ാം സങ്കീർത്തനം 23-ാം വാക്യം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു ഇല്ലേ? അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് സ്തോത്രയാഗം. ഇനി കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ, സ്തോത്രത്തിൽ ജാഗരിപ്പീൻ, സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പീൻ. അപ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, പറഞ്ഞേച്ചിരിക്കാനല്ല. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? സ്തോത്രം പറഞ്ഞേച്ചങ്ങിരിക്കും. എന്നാൽ പറഞ്ഞുകൊണ്ടിരിപ്പീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം? ഇടപെടാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ സ്തോത്രത്തിൽ ജാഗരിപ്പീൻ, എപ്പോഴും ഇങ്ങനെ ജാഗരിച്ചു കൊണ്ടിരിക്കണം, ജാഗരൂപരായിരിക്കണം. മൂന്നാമത്തെ കാര്യം, സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പിൻ. കവിയുന്നത് എപ്പോഴാണ്? നിറയുമ്പോഴല്ലേ? നിറയുമ്പോഴാണ് കവിയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങൾ ആ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടിരിക്കണം. വായിച്ച സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചത് എന്താണ്? എൻ്റെ വായ നിൻ്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്തുതിയുടെ നിറവ് ദൈവമക്കൾക്ക് എന്തുകൊണ്ടായിരിക്കണം? സ്തുതിയുടെ നിറവ്. ഇനി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായി പിന്നെ സ്തോത്രം വർദ്ധിപ്പാനിടയായെന്ന കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലാണ്. അപ്പോൾ കൃപ പലരിലും പെരുകി, കൃപ പെരുകുന്നതിൻ്റെ ലക്ഷണം എന്താണ്? സ്തോത്രം വർദ്ധിക്കുകയാണ്, സ്തോത്രം കൂടുകയാണ്. അപ്പം നമ്മളിവിടെ സങ്കീർത്തനക്കാരൻ പാടിയത് എന്താണ്? അതിൻ്റെ 8-ാമത്തെ വാക്യം, എൻ്റെ വായ നിൻ്റെ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വായ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ വധരങ്ങൾ സ്തുതി കൊണ്ട് നിറഞ്ഞാൽ ദൈവം നമ്മെ എന്ത് ചെയ്യും? നിറയ്ക്കും ഇല്ലേ? 81-ാം സങ്കീർത്തനം 10-ാം വാക്യം അതിൻ്റെ അവസാനത്തെ ഭാഗം. സങ്കീർത്തനം 81 10-ാം വാക്യം അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് നിന്ന് വായിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. എങ്ങനെ വായു വിസ്താരത്തിൽ തുറക്കുന്നത്? കൊട്ടുവായിടുന്നതല്ല. ഇത് ആരാധനയ്ക്ക് വന്ന് വായു സ്തുതി സ്തോത്രത്തിന് വേണ്ടി വായ വിസ്താരത്തിൽ തുറക്കുമ്പോൾ ദൈവം നമ്മെ എന്ത് ചെയ്യും? നിറയ്ക്കും. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാനിടയായിത്തീരും. നിറയ്ക്കുകയില്ലേ? വായു വിസ്താരത്തിൽ തുറന്ന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം. കാരണം ദൈവമക്കൾ കൂടുന്നിടത്ത്, ആ ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്?
സ്വാതന്ത്ര്യമുണ്ടെന്നല്ലേ? അതുകൊണ്ട് ദൈവമക്കൾ ഒരുമിച്ച് കൂടി എത്ര ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ചാലും പ്രശ്നമില്ല. അത് ദൈവത്തിന് ഒരു പരാതിയുമില്ല. സ്വർഗത്തിലെ ശബ്ദം എന്താണ്? ഹല്ലേലൂയ ശബ്ദമല്ലേ? അത് ശാന്തമായിട്ടല്ല, പിന്നെ പുരുഷാരത്തിന്റെ ശബ്ദം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഹല്ലേലൂയയുടെ ശബ്ദം മുഴങ്ങി കേൾക്കാൻ, തകർത്ത ഇടി മുഴക്കം പോലെ ഹല്ലേലൂയയുടെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടുവന്ന് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മെ നിറയ്ക്കും. എങ്ങനെ? നിന്റെ വായു വിസ്താരത്തിൽ തുറന്ന് സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മെ നിറയ്ക്കും. അല്ലേ? ദൈവം നമ്മെ നിറയ്ക്കും. എങ്ങനെ? അപ്പോൾ വായു വിസ്താരത്തിൽ തുറന്ന് എന്താ പറയേണ്ടത്? സ്തോത്രം പറയണമല്ലേ? നമുക്ക് 28-ാം യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ ചാപ്റ്റർ 28 വേഴ്സ് 11. യെശയ്യാ 28. ഇവിടെ അല്പം അവിടെ അല്പം എന്നവർ പറയുന്നു. പിന്നെ അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതെന്തിനെ കുറിച്ച് പറയുന്നതാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇല്ലേ? യോവേൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞില്ലേ? 2:28. യോവേൽ പ്രവചനം 2:28. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പിന്നെ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ആ നാളുകളിൽ ഞാൻ എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വരുന്നത് ഇരിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന്, ജഡാവതാരമെടുക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യോവേൽ പ്രവചിക്കുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ എന്ത് ചെയ്തു? ആത്മാവിനെ പകർന്നു. അവർ അന്യഭാഷകളിൽ ദൈവത്തെ സംസാരിച്ചു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിവാചാരപോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ വരുന്നു, ചിലരുടെ മേലെന്നല്ല, ഓരോരുത്തരുടെ മേൽ പകർന്നു. എല്ലാവരും പരിശുദ്ധാത്മാ നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്നാണ്. മുടങ്ങിയില്ല, തുടങ്ങിയെന്നാണ് ബ്രദറുകാർ പഠിപ്പിക്കുന്നത്. AD 96 യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയതോടുകൂടെ അത് മുടങ്ങിയെന്നാണ് പറയുന്നത്. ഇല്ല, മുടങ്ങിയില്ല, ഇത് തുടങ്ങിയതേ ഉള്ളൂ. സുവിശേഷീകരണവും തീർന്നില്ല, അതും കർത്താവിൻ്റെ വരവരെയും അതും തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ എല്ലാവരും അന്യഭാഷ സംസാരിച്ചു. ഇവർ പറയുന്ന അന്യഭാഷയെക്കുറിച്ച് കേട്ടപ്പോൾ അവിടുന്ന് യെരുശലേമിലെ ആലയത്തിൽ കൂടി വന്നവരൊക്കെ എന്ത് ചെയ്തു? ഓടിക്കൂടി. അവര് ഈ ശബ്ദം കേട്ടുകൊണ്ട് ഓടിക്കൂടിയിട്ട് പറയാണ്, ഇവർ പുതുവീഞ്ഞു കുടിച്ചവരാണ്. ചിലർ പറഞ്ഞു പുതുവീഞ്ഞു കുടിച്ചവരാണ്, ചിലർ പറഞ്ഞു ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നവരാണ്. പുതുവീഞ്ഞു കുടിച്ചവർക്ക് ഇവരെന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള മറുപടിയായി പത്രോസ് അപ്പോസ്തലൻ 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച പ്രസംഗമാണ് യോവേൽ പ്രവചനം 2:28 പറഞ്ഞത്. ഇവിടെ സംഭവിച്ചതാണ്, അല്ലാതെ ഇവരാരും വീഞ്ഞ് കുടിച്ചവരല്ല. എന്നിട്ട് ആ പത്രോസിൻ്റെ ആ പ്രസംഗത്തിൽ യോവേൽ പ്രവചനം ഉദ്ധരിച്ചു. പിന്നീട് കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അന്യഭാഷയെക്കുറിച്ച് എഴുതി. കാരണം കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം കൃപാവരത്തിൻ്റെ അധ്യായമാണ്, 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാണ്, 14-ാം അധ്യായം അന്യഭാഷയെക്കുറിച്ചുള്ള അധ്യായമാണ്. ആ അന്യഭാഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നോക്കൂ. യെശയ്യാ 28:11 നമ്മൾ വായിച്ചല്ലോ. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. അഭിഷേകമൊക്കെ പ്രാപിക്കുമ്പോഴേ ആദ്യമൊക്കെ സ്ഫുടമായിട്ടൊന്നും അന്യഭാഷയൊന്നും പറയത്തില്ല. ചിലപ്പം ചെറിയ ഓരോ വാക്കൊക്കെ വിക്കി വിക്കി പറയുന്നു. അങ്ങനെ കേട്ടിട്ടില്ലേ?
അത് ഈ കാത്തിരിപ്പിയോ ഒക്കെ ഇതിൽ ഒത്തിരി സംബന്ധിച്ചിട്ടുള്ളവർക്കറിയാം. ആദ്യം അങ്ങ് സ്ഫുടമായിട്ടൊന്നും അല്ല. അതിൽ നമ്മുടെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് അത് 1-2 വയസ്സൊക്കെ ആകുമ്പോഴേ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? സംസാരിക്കാൻ തുടങ്ങിയല്ലേ? അല്ല, സ്ഫുടമായിട്ടാണോ? ഓരോ വാക്ക് സംസാരിക്കും. ഓരോ വാക്ക് സംസാരിച്ച് ആ കുഞ്ഞെന്ത് ചെയ്യും? പിന്നെ ക്ലിയറായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ മാതാവ് പിതാവ് സംസാരിക്കുന്ന ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ പറയുന്നതൊക്കെ കേട്ടും അതിന് പഠിപ്പിച്ചും ഒക്കെ എടുത്തു വരുമ്പോഴാണ് സ്ഫുടമായിട്ട് അവർ സംസാരിക്കുന്നത്. ആ കാര്യമാണ് യെശയ്യാ 28 പറയുന്നത്. വിക്കി പറയുന്ന അധരങ്ങളാലും. അന്യഭാഷ ഒരുവൻ പ്രാപിക്കുമ്പോൾ ആദ്യം എങ്ങനെ ആയിരിക്കും? ചിലപ്പോൾ 2 വാക്കായിരിക്കും. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ആദ്യമായിട്ടൊക്കെ ഞങ്ങൾ പോയി ഈ കാത്തിരിപ്പ് യോഗത്തിനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിലരും ഇങ്ങനെ അഭിഷേകമൊക്കെ പ്രാപിച്ച് ആത്മാവിൽ നൃത്തം ചെയ്യുമ്പോൾ ചിലപ്പോൾ തത്ത അത്രയേ ഉള്ളൂ. തത്ത അവന് ചിലർ കളിയാക്കും. ഇവർ പോയി പെന്തക്കോസുകാർ പോയിരുന്ന് എന്താ പറയും? തത്ത പറയുന്നു. പക്ഷെ അവർക്ക് ദൈവവചനം പഠിച്ചപ്പോഴാണ് തത്തത്ത എന്താണെന്ന് മനസ്സിലായത്. അതായത് യെശയ്യാ 28:11 പറയുന്നത്, വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും ജനത്തോട് സംസാരിക്കും. ഈ കാര്യമാണ് എന്ന് പറഞ്ഞാൽ യെശയ്യാ 28 അധ്യായത്തിൻ്റെ 11 വാക്യം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 14 അധ്യായത്തിൽ ഉദ്ധരിച്ചു. 21 വാക്യം 14:21 1 കൊരിന്ത്യർ ചാപ്റ്റർ 14 വേഴ്സ് 21. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കാൻ മതി. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അന്യഭാഷകളാലും പിന്നെ അന്യന്മാരുടെ അധരങ്ങളാലും. അത് അതിൽ ഒരു കൊട്ടേഷനിലല്ലേ കൊടുത്തേക്കുന്നേ? അല്ലേ? കൊട്ടേഷനിൽ കൊടുത്താൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ വചനം പഴയ നിയമപുസ്തകത്തിലുണ്ടെന്ന്. അത് യെശയ്യാ പ്രവചനം. ഞാൻ പഴയ നിയമപുസ്തകമെല്ലാം ഈ വാക്യം എവിടെയാണെന്ന് ഞാൻ പരിശോധിപ്പാനിടയായിരുന്നു. ഈ വാക്യം യെശയ്യാ പ്രവചനം 28 അധ്യായത്തിൻ്റെ 11 വാക്യം. 11 വാക്യം വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ആ വാക്യമാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അന്യഭാഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിക്കി പറയും നമ്മൾ സ്തോത്രം. അപ്പോൾ എപ്പോഴായി വിക്കി പറയുന്നതെന്നറിയാമോ? നാം ഇങ്ങനെ ഏകാഗ്ര ഹൃദയത്തോടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ, വായു വിസ്താരത്തിൽ തുടർന്ന് സ്തോത്രം എന്ന് പറയുമ്പോൾ പിന്നെ ആ സ്തോത്രത്തിൻ്റെ വാക്കങ്ങ് തെന്നിപ്പോയിട്ട് ചില വിക്കി പറയുന്ന ചില വാക്കുകളായിരിക്കും വരുന്നത്. എന്നാൽ പിന്നെയും അത് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സ്ഫുടമായ വാക്കുകളായിട്ട് പിന്നത്തേതിൽ അത് വരുവാനിടയായും. 2 തരത്തിലുള്ള ഭാഷയുണ്ട്. ഒന്ന് ലോകത്തിലുള്ള ഭാഷ, 2 മനുഷ്യരുടെ ഭാഷ, 2 ദൂതന്മാരുടെ ഭാഷ. മനുഷ്യരുടെ ഭാഷ സംസാരിച്ചാൽ അത് ആ ഭാഷ അറിയാവുന്നവർക്ക് ആ കാര്യം മനസ്സിലാകും. പക്ഷേ ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാൽ ലോകത്തിലൊരു മനുഷ്യനും മനസ്സിലാകത്തില്ല. എന്നാൽ അന്ന് അവർ സംസാരിച്ച മനുഷ്യഭാഷയിൽ സംസാരിച്ചതുകൊണ്ട് ഏതാണ്ട് 18 ഭാഷക്കാരോട് ഓടിക്കൂടി അവർക്കൊക്കെ ആ ഭാഷ മനസ്സിലായി. ശരിക്കും യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ നേടിയ വീണ്ടെടുപ്പിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് അവർക്ക് അന്യഭാഷയിൽ കൂടി അവർക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. എന്നിട്ട് അതുകൊണ്ടാണ് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടു. പ്രവൃത്തി 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും എന്താ ചോദിച്ചത്? ഞങ്ങൾ എന്ത് ചെയ്യണം? മറുപടി 38 വാക്യം. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ആരംഭിക്കുകയാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി എന്തായിരിക്കും? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഇനി സ്നാനപ്പെട്ടില്ലെങ്കിൽ കിട്ടുമോ? സ്നാനപ്പെട്ടില്ലെങ്കിലും കിട്ടും. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ
വചനം കേട്ടവരുടെ മേൽ ആ പരിശുദ്ധാത്മ പ്രാപിച്ചതിന് ശേഷമാണ് അവർ സ്നാനപ്പെട്ടത്. അന്ന് രാത്രി തന്നെ എന്ത് ചെയ്തു? അവർ സ്നാനപ്പെടുവാനിടയിൽ തീർന്നു. ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം സ്നാനപ്പെടുന്നതിന് മുമ്പേ തന്നെ അഭിഷേകം പ്രാപിച്ചു. അന്നേരമാണ് എൻ്റെ മറ്റുള്ള മുമ്പിൽ ചെന്ന് വെള്ളത്തിൽ മുങ്ങാനുള്ള ആ ലജ്ജ അങ്ങ് മാറിയത്. അപ്പോൾ സ്നാനപ്പെടുമ്പോൾ പിന്നെ എന്തില്ല, അവർ ലജ്ജിക്കയില്ല. പഴയ നമ്മുടെ സുഹൃത്തുക്കൾ, പഴയ ആളുകൾ, പഴയ പള്ളിക്കാർ, അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ ദൂരെ പോയി സ്നാനപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചു. എവിടെയെങ്കിലും ദൂരെ പോയി, സ്നാനം ശരിയാണെന്നറിയാം, ആരും കാണാതെ സ്നാനപ്പെടണം എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 21 ദിവസം അന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഞാൻ ദൈവം എന്നെ പരിശുദ്ധാത്മാവിൽ നിറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ നിർബന്ധം എൻ്റെ കൂട്ടുകാരെയൊക്കെ ക്ഷണിച്ച് എൻ്റെ സ്നാനത്തിന് ക്ഷണിക്കണം, അവർ കാണുക, സ്നാനപ്പെടണം. ആ ധൈര്യം കിട്ടിയത് പരിശുദ്ധാത്മാവിന്. അപ്പോൾ ഞാൻ പറഞ്ഞത് പത്രോസിനെ, കാരണം അപ്പോസ്തലപ്രവൃത്തി 4:13 വായിക്കുന്നു, പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും, അവർ ധൈര്യം കിട്ടിയത് 2-ാം അധ്യായത്തിലെ ആത്മാഭിഷേകത്തിലാണ്. ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു ആത്മധൈര്യം കിട്ടുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുമ്പോഴാണ്. അപ്പോൾ അഭിഷേകം ഈ അഭിഷേകം പ്രാപിക്കാൻ ഒന്നാമത് എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ദൈവകൽപ്പന അനുസരിച്ച് അത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. ഇനി 5-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വായിച്ച് അപ്പോസ്തലപ്രവൃത്തിയിലെ പുസ്തകം, ഈ നിറവ് പ്രാപിക്കണം. 5:32. പിന്നെ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന, അപ്പം അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. വചനത്തോട് മറുത്ത് നിൽക്കുന്നവർക്കൊന്നും ദൈവം ചെയ്യത്തില്ല, കൊടുക്കുകയില്ല. സങ്കീർത്തനം 107-ന്റെ 10-ാമത്തെ വാക്യത്തിൽ, 107-ാം സങ്കീർത്തനം 10-ാം വാക്യം, ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയും നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതപസ്സിലും ഇരുന്ന് അരിഷ്ടയാലും ഇരുമ്പുരങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളവർക്ക് എന്തില്ല, കിട്ടുകയില്ല. പിന്നെ അനുസരിക്കുന്നവർക്കാണ്. അപ്പം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നവർക്ക് ലഭിക്കുന്ന അഭിഷേകം. രണ്ടാമത് നാം ചിന്തിച്ചെന്താണ്? തന്നെ അനുസരിക്കുന്നവർക്ക്, ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, ദൈവവചനം അനുസരിക്കുന്നവർക്ക്. അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. യോഹന്നാൻ 7:37 നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം അതിൻ്റെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് പ്രാപിക്കാനൊരു ദാഹം വേണം, അല്ലേ? ദാഹമുള്ളവരല്ലേ വെള്ളം കുടിക്കുന്നത്. ദാഹിക്കുന്നവൻ വരട്ടെ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പം ദാഹിക്കുന്നവന് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ 7 ഉത്സവങ്ങളാണ്. അതിൽ കൂടാരപ്പെരുന്നാൾ, ആ കൂടാരപ്പെരുന്നാളിൻ്റെ ഉത്സവം അതെങ്കിലും ഒരാഴ്ചത്തെ അവരുടെ ഉത്സവമാണ്. ആ ഉത്സവത്തെ ഒടുക്കത്തെ നാളിൽ എന്ന് പറഞ്ഞാൽ കൂടാരപ്പെരുന്നാളിൻ്റെ അവസാന ദിവസം യേശു നിന്നുകൊണ്ട് പറയുകയാണ്, എന്താണ്? ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇനി അതെന്താണ്? 38-ാമത്തെ വാക്യം. ആ ദാഹിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് എന്തിനുള്ള ദാഹമാണ്? ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ജീവജലത്തിന് നദികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച്. അപ്പോൾ ആർക്കാ ലഭിക്കുന്നത്? വിശ്വസിക്കുന്നവർ. അപ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക്, പിന്നെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക്, പിന്നെ ഇപ്പോൾ വായിച്ചു വിശ്വസിക്കുന്നവർക്ക്, പിന്നെ 5:32 വായിച്ചു അനുസരിക്കുന്നവർക്ക്, ദൈവത്തെ അനുസരിക്കുന്നവർക്ക്. ഇനി മറ്റൊരു വസ്തുത, കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ അരിമശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അതാ കാത്തിരിപ്പോ, കാത്തിരിക്കണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി എന്ത് ചെയ്യണം?
വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം, ദൈവസന്നിധി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി എന്ത് ചെയ്തു? അവർ കാത്തിരുന്നു. ആ കാത്തിരുന്നത് കൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ എന്ത് ചെയ്തത്? ആത്മാവിൻ്റെ അഭിഷേകം അവർക്ക് ലഭിക്കാനിടയായത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിവിടെ വായിച്ച നമ്മുടെ കുറിവാക്യം നമ്മൾ മറന്നു പോകരുത്. 71 സങ്കീർത്തനം 8 വാക്യത്തിൽ നാം വായിച്ചെന്താണ്? എൻ്റെ വായ നിൻ്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ വായ സ്തുതി കൊണ്ട് നിറയണം, ഇല്ലേ? ദൈവസന്നിധി കാത്തിരുന്നേച്ച് ചുമ്മാ അങ്ങ് ഇരുന്നാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ഇടപെടാതെ ഈ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതി കൊണ്ട് നമ്മൾ നിറയണം, അങ്ങനെ കവിയണം, പിന്നെ നിറയണം, കവിയണം. ഇടപെടാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വീക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും നമ്മോട് സംസാരിക്കും. നമ്മുടെ അധരങ്ങളെ ദൈവം എന്തെയും തൊടുവാനിടയായും. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം മുതൽ 5 അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ യെശയ്യാവ് ചെയ്തു? ജനത്തിൻ്റെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കും. നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം, ഇല്ലേ? അതങ്ങനെ കാണുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് ഒരു ദർശനം കാണുകയാണ്. എന്തായിരുന്നു ദർശനം? കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നു. 6 ചിറകുള്ള സറാഫുകൾ നിന്ന് കർത്താവിനെ വാഴ്ത്തുകയാണ്. 2 കൊണ്ട് അവർ പാദം മൂടി, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ പറന്നു നിന്ന് ഒരുവനോടൊരുവൻ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് തട്ടഹസിക്കുകയാണ്. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം ഒക്കെ കൊണ്ടു നിറഞ്ഞു. അപ്പോൾ ഈ കർത്താവിനെ യെശയ്യാവ് കണ്ടപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അയ്യോ എനിക്കയ്യോ കഷ്ടം, ഞാൻ അശുദ്ധനായ മനുഷ്യനാണ്, അശുദ്ധരായ ജനത്തിൻ്റെ നടുവിൽ ഞാൻ പാർക്കുന്നുള്ളൂ. ആദ്യം യെശയ്യാവ് എന്ത് ചെയ്തു? തന്നെ കണ്ടു. ആദ്യം കർത്താവിനെ കണ്ടു, അല്ലേ? ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിലേക്ക് കർത്താവിനെ കണ്ടു. രണ്ടാമത് യെശയ്യാവ് തന്നെ കണ്ടു. മൂന്നാമത് ജനത്തെ കണ്ടു. കണ്ടോ? യെശയ്യാവിൻ്റെ 3 കാഴ്ചകൾ. കർത്താവിനെ നാം ആദ്യം കാണണം. കർത്താവിനെ നാം കാണുമ്പോൾ മറ്റുള്ളവരെ അല്ല ആദ്യം, പിന്നെ രണ്ടാമത് കാണേണ്ടത് നമ്മെ തന്നെ കാണണം. സ്തോത്രം. നമ്മെ തന്നെ നാം കണ്ടു കഴിയുമ്പോൾ പിന്നെ ജനത്തെ കാണുകയാണ്. എന്നിട്ട് ജനം പ്രവചിക്കുകയാണ്, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ. ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും കർത്താവിനെ കണ്ടപ്പോൾ താൻ പറയുന്നു, തന്നെ കാണുവാനിടയായി. അവൻ സമ്മതിക്കുകയാണ്, ഞാൻ അശുദ്ധനായ മനുഷ്യനാണ്, അശുദ്ധ അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ രാജാവിനെ കണ്ടുവല്ലോ. ഇത് പറഞ്ഞപ്പോൾ ആ സറാഫുകളിൽ ഒരുവൻ കൊടിലുകൊണ്ട് യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് അവൻ്റെ അധരങ്ങളിൽ തൊടിച്ചു. അപ്പോൾ എവിടെയായിരുന്നു അവൻ്റെ അശുദ്ധി? എവിടെയായിരുന്നു? അധരങ്ങളിലാ, അല്ലേ? അവർക്ക് അയ്യോ കഷ്ടപ്പെടി. എന്നാൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കില്ല. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക. എന്തായാലും യെശയ്യാവ് എന്നാൽ മറ്റുള്ളവരുടെ കുറ്റം ആദ്യം കണ്ടുപിടിച്ചു. എന്നാൽ കർത്താവിനെ കണ്ടപ്പോൾ തൻ്റെ കുറ്റം കണ്ടുപിടിക്കുകയാണ്. ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടി എന്താണെന്നറിയാവും? ഏറ്റവും എളുപ്പം അവരവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതാ ദാവീദ് പറയുന്നത്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ തൻ്റെ തെറ്റുകളെ. യെശയ്യാവ് ആദ്യം മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിച്ചെങ്കിലും തൻ്റെ തെറ്റ് കണ്ടുപിടിച്ചത് കർത്താവിനെ കണ്ടപ്പോഴാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മെ തന്നെ പരിശോധിച്ച് നമ്മുടെ കുറ്റങ്ങളെ നമുക്ക് കണ്ടുപിടിക്കുക. സ്തോത്രം. ഇനി യെശയ്യാവിൻ്റെ അശുദ്ധി എവിടെയായിരുന്നു? അധരങ്ങളിലല്ലേ? അതുകൊണ്ട് അവിടെ തന്നെ തീക്കനൽ വെച്ച് കർത്താവ് ശുദ്ധീകരിപ്പാനിടയായിട്ട്. നമ്മുടെ അശുദ്ധി എവിടെയാണ് കണ്ടുപിടിക്കുന്നത്? ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ്, പരദൂഷണമൊക്കെ പറഞ്ഞ്, മറ്റുള്ളവരെ വേദനിപ്പിച്ച്, മറ്റുള്ളവരെ ദുഃഖിപ്പിച്ച് പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നമുക്കത് യെശയ്യാവിനെ പോലെ നമ്മെ തന്നെ ശുദ്ധീകരിപ്പാനിടയാകട്ടെ. നമ്മുടെ തെറ്റുകളെ നമുക്ക് കണ്ടുപിടിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മുടെ വായു സ്തുതി കൊണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ അധരങ്ങൾ സ്തുതി കൊണ്ട് നിറയട്ടെ.
ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, കർത്താവിനെ അനുസരിക്കാം, വിശ്വസിക്കാം. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ആത്മനിറവിൽ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.